എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരാട്ടയിൽ എങ്ങനെയാണ് API കീ ഒതന്റിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. വിത്ത് API key auth use send a key value pair to the API either in the request headers or query parameters. API key ഒതന്റിക്കേഷൻ്റെ കേസിൽ APIയിലേക്ക് നമ്മൾ കീ വാല്യൂ പെയർ ആയിരിക്കും API key സെൻഡ് ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ റിക്വസ്റ്റ് ഹെഡേഴ്സ് ത്രൂ ആവും അല്ലെങ്കിൽ ക്വറി പാരാമീറ്റേഴ്സ് ത്രൂ നമുക്ക് സെൻഡ് ചെയ്യാം. ഈ ഡെമോയിൽ നമ്മൾ കരാട്ടയിലെ ക്വറി പാരാമീറ്റേഴ്സ് ത്രൂ ആയിരിക്കും API കീയുടെ വാല്യൂ ഈ APIയിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഇതാണ്. ഓപ്പൺ വെതർ മാപ്പ് എന്ന വെബ്സൈറ്റിലെ ഈ പർട്ടിക്കുലർ API ആണ് ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയ ശേഷം നിങ്ങളുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും. അത് കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി ഇവിടെ മൈ API കീസ് എന്ന് പറഞ്ഞൊരു മെനു കാണും. അതിൽ API കീയുടെ വാല്യൂ കാണും. ഈ API കീയുടെ വാല്യൂ ഞാൻ ഈ ഡെമോയ്ക്ക് ശേഷം ഡിലീറ്റ് ചെയ്യും. നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ അക്കൗണ്ട് API കീ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് API എന്ന് പറഞ്ഞ ലിങ്ക് കാണാം. ഈ ലിങ്ക് ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കറണ്ട് വെതർ ഡാറ്റ എന്ന് പറഞ്ഞൊരു API ഉണ്ട്. ഈ APIക്കകത്തെ ബിൽറ്റ് ഇൻ API റിക്വസ്റ്റ് ബൈ സിറ്റി നെയിം എന്നുള്ള ഈ റിക്വസ്റ്റാണ് ഞാൻ ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ API യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഇൻ ദ വെബ്സൈറ്റ് ഫ്രം മൈ API കീസ് മെനു യൂസ് എക്സിസ്റ്റിംഗ് API കീ ഓർ ക്രിയേറ്റ് ന്യൂ API കീ. നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് API കീ ഈ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യാം പുതിയ API കീ. API കീ ജനറേറ്റ് ആയ ശേഷം 2-3 ഹവേഴ്സിന് ശേഷം മാത്രമായിരിക്കും ആ API കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ 401 അൺഓതറൈസ്ഡ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും API വർക്ക് ആകാൻ തുടങ്ങുന്നത്. എൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി അക്കൗണ്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് എൻ്റെ കേസിൽ ആ ഒരു ഡിലേ കാണില്ല. ആദ്യമായിട്ട് അക്കൗണ്ട് തുടങ്ങി ഉടനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വർക്ക് ആകണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി എക്ലിപ്സ് ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരാട്ടെ API ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൽ com.test പാക്കേജിനുള്ളിൽ API key authentication.feature എന്ന ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചറിൻ്റെ പേര്, ഇത് സിനാരിയോയുടെ പേര്. ഇവിടെ ഹിറ്റ് ചെയ്യേണ്ട URL ഡീറ്റെയിൽസ്, അതുപോലെ പാസ് ചെയ്യേണ്ട ക്വറി പാരാമീറ്റേഴ്സ്. അതായത് ക്വറി പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ വേണ്ടി കരാട്ടെ യൂസ് ചെയ്യുന്ന കീവേഡ് പരാമാണ്. ഫസ്റ്റ് ക്വറി പാരാമീറ്റർ എന്ന് പറയുന്നത് Q ആണ്. അതായത് സിറ്റി നെയിമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് പരാമായിട്ട് ആപ്പ് ID, അതിൻ്റെ വാല്യൂ ആയിട്ട് API കീ പാസ് ചെയ്യുന്നു. അതിനുശേഷം മെത്തേഡ് ഗെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം റെസ്പോൺസ് പ്രിൻറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റസ് കോഡ് കൂടെ നമുക്ക് വെരിഫൈ ചെയ്തേക്കാം. ദെൻ സ്റ്റാറ്റസ് 200 ഫയൽ സേവ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ APIക്കകത്ത് ക്വറി പാരാമീറ്റേഴ്സ് ആയിട്ട് Q എന്നൊരു കീ ഉണ്ട്. അതിൻ്റെ വാല്യൂ ആയിട്ട് ഞാൻ കൊച്ചി എന്നുള്ളതാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ ആപ്പ് ID എന്ന് പറഞ്ഞൊരു ക്വറി പാരാമീറ്റർ ഉണ്ട്. അതിൻ്റെ വാല്യൂ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലെ API കീ ആണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കരാട്ടെ പാസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. പരാമൊരു കീവേഡ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ക്വറി പാരാമീറ്റർ Q ആണ്. അതിൻ്റെ വാല്യൂ ഈക്വൽ ടു സിംഗിൾ കോഡ് കൊച്ചി എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് പരാമ ആപ്പ് ID ആണ്. അതിൻ്റെ വാല്യൂ സിംഗിൾ കോഡിൽ API കീ പാസ് ചെയ്യുന്നു. അതിനുശേഷം വെൻ മെത്തേഡ് ഗെറ്റ്, അതിനുശേഷം പ്രിന്റ് റെസ്പോൺസ്, ദെൻ സ്റ്റാറ്റസ് 200. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സിനാരിയോസ് 1 പാസ്റ്റ് 1. നമുക്ക് റെസ്പോൺസ് കാണാം. റിപ്പോർട്ട് കൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. റെസ്പോൺസ് പ്രിൻ്റ് ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് കോഡ് കറക്റ്റ് 200 ആയിട്ട് വന്നിട്ടുണ്ട്. അസർഷൻ എല്ലാം പാസ്സായി. അപ്പം നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ API കീ ആണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഈ ഡെമോയ്ക്ക് ശേഷം ഈ API കീ ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആകുകയില്ല. ഞാൻ ഈ കോഡ് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഫീച്ചർ ഫയൽ റൺ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ API കീ ആയിരിക്കണം നിങ്ങൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ API കീ ഒതന്റിക്കേഷൻ കരാട്ടയിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.